ഇന്ന് നമുക്ക് ഒരു വാഹനം ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒരു ജില്ലയിൽ നിന്ന് വാങ്ങി മറ്റൊരു ജില്ലയിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഡീലർഷിപ്പിൽ നിന്ന് ഒരു വാഹനം വാങ്ങുന്നു. എനിക്ക് തൃശ്ശൂരാണ് അല്ലെങ്കിൽ കാസർഗോഡാണ് എൻ്റെ അഡ്രസ് പ്രൂഫെങ്കിൽ അങ്ങനെ രജിസ്ട്രേഷൻ നടത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് പലരുടെയും സംശയം. ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിൻ്റ് എന്നുള്ളൊരു ചാനൽ മോട്ടോർ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും എന്നും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം എത്തിക്കുക. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 100 പേരെങ്കിലും കാണും. അപ്പോൾ അങ്ങനെ ആ ആളുകൾക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാകും. ഇന്ന് ഒരു വ്യക്തിക്ക് ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തു നിന്നും ഏത് സ്ഥലത്തു നിന്നും ഒരു പുതിയ വാഹനം വാങ്ങി അദ്ദേഹത്തിൻ്റെ അഡ്രസ് പ്രൂഫിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്താവുന്നതേ ഉള്ളൂ. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നത് ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് ആ അഡ്രസ്സ് ഉള്ള സ്ഥലം, അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അയാൾക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അവിടെ ഒരു രജിസ്റ്റേർഡ് സ്ഥാപനം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു വ്യക്തി തിരുവനന്തപുരംകാരനാണ്, അദ്ദേഹം തൃശ്ശൂർ വന്നിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്നു, അത് രജിസ്റ്റേർഡ് ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ തൃശ്ശൂരും തിരുവനന്തപുരത്തും ഈ വാഹനം രജിസ്ട്രേഷൻ നടത്താം. കാരണം അയാൾക്ക് തിരുവനന്തപുരത്താണ് ആധാർ കാർഡ്, പക്ഷേ ഈ കമ്പനിയുടെ ഒരു ഡീഡ് അല്ലെങ്കിൽ ആധാരം ഉള്ളത് തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരും ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്താം. അല്ലെങ്കിൽ അയാൾക്ക് അവിടെ ഒരു ജോലി ഉണ്ടായാൽ മതി. അപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം അവിടെ രജിസ്ട്രേഷൻ നടത്താം. പൊതുവേ നമ്മൾ ഒരു വാടകയ്ക്ക് ഒരു വീടെല്ലാം എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു വാടക ചീട്ടൊന്നും കാണിച്ചിട്ട് ഈ രജിസ്ട്രേഷൻ നടത്താനായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല. ഇന്ന് നമ്മുടെ ഈ പരിവഹൻ സൈറ്റ് വന്നതിന് ശേഷം നമുക്ക് ഒരു വാഹനം രജിസ്ട്രേഷൻ നടത്തി അതിൻ്റെ നമ്പർ പ്ലേറ്റ് കിട്ടാതെ ആ വാഹനം നിരത്തിലിറക്കി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഈ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി എറണാകുളത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് വാഹനം വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തും എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഈ പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി അയാളുടെ അഡ്രസ് പ്രൂഫ് കാര്യങ്ങളെല്ലാം ഈ എറണാകുളത്തുള്ള ഡീലർഷിപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡീലർഷിപ്പിൽ ഇരുന്ന് തന്നെ ഇതിൻ്റെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ നടത്തുകയും അത് ഏത് ആർടി ഓഫീസിലാണോ രജിസ്ട്രേഷൻ നടത്തുന്നത് അതിൻ്റെ നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ച് ആ ഡീലർഷിപ്പിൽ നിന്നും ഈ വാഹനവുമായിട്ട് ഇയാൾക്ക് ഓടിച്ചു പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് മറ്റൊരു സംസ്ഥാനത്തു നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടെമ്പററി രജിസ്ട്രേഷൻ കൂടി വേണം. ആ ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ആ വാഹനം അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ എവിടെയാണ് അഡ്രസ് പ്രൂഫ് ഉള്ളത് അവിടെ വന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നതിന് മുമ്പ് ഈ വാഹനം കൊണ്ടുവന്ന ആർടി ഓഫീസിൽ ഈ രജിസ്ട്രേഷനുള്ള അപേക്ഷ അദ്ദേഹം നേരിട്ട് സമർപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഈ വാഹനം കാണിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ഒരു വാഹനമാണ് ഇത് ഇങ്ങോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് രജിസ്ട്രേഷൻ നടത്തുന്നതെങ്കിൽ ഈ വാഹനം കാണുകയേ തന്നെ വേണ്ട. ഇപ്പോൾ അത് കാണാതെ തന്നെയാണ് വാഹനങ്ങൾ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുന്നത്. എല്ലാത്തരം വാഹനങ്ങളും അങ്ങനെ തന്നെയാണ്. ബോഡി കെട്ടാത്ത, അതായത് ഇപ്പോൾ ചേസിസ് വന്നിട്ട് അതിൽ ബോഡി കെട്ടാത്ത വാഹനങ്ങളെല്ലാം ഇതുപോലെ തന്നെ വാഹനം പരിശോധിക്കാതെ തന്നെയാണ് അത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളടക്കം രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുന്നത് ആ വിധത്തിലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാഹനം വാങ്ങിക്കൊണ്ട് വരാം. അത് ആ രീതിയിൽ രജിസ്ട്രേഷനും നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നും പറയുന്നത് പോലെ ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിൻ്റ് എന്നുള്ളൊരു ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം എത്തിക്കുക. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 100 പേരെങ്കിലും കാണും. അപ്പോൾ അങ്ങനെ ആ ആളുകൾക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാകും. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ്.